ഇന്നത്തെ എൻ്റെ വീഡിയോ വെള്ളം ചേർക്കാത്ത മത്തി വരട്ടിയത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാൽക്കപ്പയും ചെയ്യാം. ആദ്യം തന്നെ മത്തി വരട്ടുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ വേണമെന്നും കൂടെ നോക്കാം. 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാധനം: സവാള 1 2 തക്കാളി, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ഇഞ്ചി 1 കഷ്ണം, ചതച്ച് വെച്ച വറ്റൽമുളക്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, വെളിച്ചെണ്ണ, വിനാഗിരി. ആദ്യം തന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സ്വല്പം കടുക് ഇട്ട് കൊടുക്കുക. ചട്ടി ചൂടായി. അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് 1 കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള കൊത്തി അരിഞ്ഞതിടാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് പച്ചമുളക്, അതിൻ്റെ കൂടെ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, വറ്റൽമുളക് ചതച്ചത്. അത് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് ഇട്ട് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് മൂത്തതിന് ശേഷമേ തക്കാളി ഇടാൻ പറ്റത്തുള്ളൂ. തക്കാളി ഇട്ടാൽ പിന്നെ അത് മൂക്കത്തില്ല, അതിൻ്റെ വെള്ളം ഊറി വരും. ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് ഇനി ചെറിയ തീയിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇത് നല്ലതുപോലെ വെന്ത് നല്ല കുഴഞ്ഞു വരും. ഇനി ഒന്ന് തീ കുറച്ചിട്ട് ഇച്ചിരി ഒന്ന് വേവിച്ചെടുക്കാറ്. ഒന്ന് വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വേവട്ടെ. തക്കാളി ഞാൻ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വിനാഗിരിയെ ഒഴിക്കുന്നുള്ളൂ. കഴുകി വൃത്തിയാക്കി വെച്ച മത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 6-7 മിനിറ്റ് അങ്ങനെ ആ ഒരു രീതിയിലിരുന്ന് അതൊന്ന് വെട്ടി നല്ലതുപോലെ വെന്ത് വരട്ടെ. തീ കുറച്ചിട്ട് വേണം വേവിക്കാൻ. എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. തുറന്നപ്പോൾ എന്തോ മണം, നല്ലൊരു മണം വരുന്നുണ്ട്.
പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കറിവേപ്പില ഒഴിച്ച് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പാൽക്കപ്പ തയ്യാറാക്കാം. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ ചോറ്റിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. തൊലി കളഞ്ഞ് കഴുകിയിട്ട് വേണം അരിയാൻ. മിക്കവാറും ആളുകൾ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞിട്ടാണ് കഴുകുന്നത്. മണ്ണോടുകൂടി അരിയുന്നത് കാണാം. തൊലി കളഞ്ഞ് കഴുകിയിട്ട് അരിയുന്നതാണ് എളുപ്പം. അത് നമുക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വേവിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ജോലികൾ ചെയ്യാം. തേങ്ങാപ്പാൽ, അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുക്കണം. പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കാം. തേങ്ങാപ്പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചതച്ചെടുക്കുമ്പോഴത്തേക്ക് ചീനി ഒരുവിധം വെന്തിട്ടുണ്ട്. വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു തവിയെടുത്ത് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അത് ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്ത് നമുക്കൊന്ന് താളിച്ചും കൂടെ ഒഴിക്കണം. താളിക്കുമ്പം ഒരുപാട് മൂത്ത് പോകരുത്. അതുപോലെ ഇത് ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് വറ്റൽമുളക്, കറിവേപ്പില, ഒരുപാട് മൂത്ത് പോയാൽ കൊള്ളത്തില്ല, മൂക്കരുത് നല്ലോണം. ഇത് ഈ പരുവത്തിൽ നമുക്ക് അതിനകത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. കഴിവതും ചൂടോടുകൂടി കഴിക്കുക.